ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷനു സിമ്പിൾ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഒരു നാടൻ രീതിയിൽ എങ്ങനെ അയക്കുറ ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് 1.5 കിലോ കിൻഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ മസാലക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില എന്നിവ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി മീൻ ഓരോന്നായിട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. എല്ലാ മീനിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇനി ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതേ ഓയിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു പിടി മുന്തിരിക്കൂടി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിൽ വറുത്തെടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിന അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫിഷിൻ്റെ ആ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 4 സവാള ഇട്ട് കൊടുക്കുക, ചെറുതാക്കി അരിഞ്ഞത്. ആ ഫിഷ് ഫ്രൈയുടെ ആ സ്മെല്ലൊക്കെ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആ ഓയിൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ചതച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ തക്കാളി ചെറുതാക്കി കഷ്ണാക്കിയത് ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പുതിന ചെറുതാക്കി അരിഞ്ഞത് ഒരു പിടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂട്ടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി,
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂട്ടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂട്ടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം മസാല ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് എല്ലാം ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല മീൻ ഇട്ട് കൊടുക്കാം. മീൻ അതിലിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാൻ ഇവിടെ 4 ഗ്ലാസ് അരിയാണ് ബിരിയാണിയിലേക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അത് ഊറ്റിയിട്ടാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക്, 2 ഏലക്കായ, 2-3 പട്ട ഇട്ട് കൊടുക്കുക, ചെറിയ കഷ്ണം. അതിൽ 3 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി തിളക്കാൻ വേണ്ടി വെക്കുക. ഏകദേശം വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെട്ടി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാൻ 4 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ചോറ് നമ്മൾ ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ദം ചെയ്യാനായിട്ട് ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ, മുന്തിരിയുടെ ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നെയ്യ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മീനിൻ്റെ മസാല ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചോറിട്ട് കൊടുക്കുക. ബാക്കിയുള്ള മസാല മീനും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇതിൻ്റെ ഒരു മൂടി പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. മീൻ മസാലയിൽ അധികം ഇട്ടിട്ട് ഇതിലിട്ട് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പും ഉള്ളിയെല്ലാം റോസ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ പകുതി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ ചോറ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്.
നമുക്കൊരു ഫോയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. എയർ പോവാത്ത തരത്തിൽ വേണം കവർ ചെയ്തെടുക്കാൻ. നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഫോയിൽ. ദം ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊരു കട്ടിയുള്ള പരന്നൊരു മൂടി വെച്ചുകൊടുക്കുക ആദ്യം. ഇതിൻ്റെ മുകളിൽ ദം ചെയ്യാനുള്ള ചെമ്പ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക നല്ല ടൈറ്റ് ആക്കിയിട്ട്. എന്നിട്ടൊരു 15 മിനിറ്റ് ദം ചെയ്തിട്ടെടുക്കുക. ഈ അടിയിൽ ഈ പാത്രം വെച്ച് കൊടുത്തിരിക്കണം പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാനും അതുപോലെ എല്ലായിടത്തും ഒരേപോലെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് ദം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലത്തെ മേലുള്ള മീനൊന്ന് വേറെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുക. ഈ ചെമ്പിലുള്ള ചോറും മസാലയും കൂട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മുടെ ഫിഷ് ബിരിയാണി സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം.